വിഴിഞ്ഞത്ത് മത്സ്യബന്ധനത്തിനിടയിൽ കാണാതായ ജോണിന്റെ വസതിയിലാണ് നാം ഉള്ളത്. ജോണിനെ കാണാതായിട്ട് ഇന്ന് 7 ദിവസം പിന്നിടുകയാണ്. ഈ പറയുന്ന ഉണ്ടായ അനാസ്ഥയെ തുടർന്ന് തന്നെയാണ് കുടുംബം വന്ന് വിഴിഞ്ഞം ഫിഷറീസ് ഓഫീസിൽ പ്രതിഷേധവുമായി എത്തിയത്. ആ ഉറപ്പിന്മേലാണ് അന്ന് അവിടെ നിന്ന് പിൻവാങ്ങിയത്. എന്നാൽ ഇതുവരെയും ജോണിനെ കണ്ടെത്താൻ കഴിയാത്ത ഒരു സാഹചര്യം കൂടിയാണ്. ജോണിന്റെ മകൾ കൂടിയാണ് ഇപ്പോൾ കൈരളിക്കൊപ്പം ചേരുന്നത്. അവർ നൽകുന്ന നിലവിലെ ഉറപ്പ് എന്താണ്? നിലവിൽ നമ്മൾ കളക്ടറിനെ പോയി കണ്ടിട്ടുണ്ടായിരുന്നു. ആദ്യം അവര് നമ്മൾ പറയുന്ന കേൾക്കാൻ കൂട്ടായില്ലെങ്കിലും കാര്യത്തിന്റെ ഗൗരവം എടുത്ത് പറഞ്ഞപ്പോഴത്തേക്കും അവർക്ക് മനസ്സിലായി, കാര്യങ്ങൾ മനസ്സിലായി. പക്ഷെ അവര് നമ്മുടെ ആ ഡിസ്കഷനിൽ നിന്ന് മനസ്സിലായത് പല കാര്യങ്ങളും മിസ്കമ്മ്യൂണിക്കേഷൻ ഉണ്ട്. അവര് തമ്മിൽ തന്നെ പ്രോപ്പർ ആയിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ ഇല്ലായ്മ നമുക്കത് മനസ്സിലാവുന്നുണ്ട്. പല കാര്യങ്ങളും അവർക്കും അറിയില്ല. പല കാര്യങ്ങളും എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളെങ്കിലോ അല്ലെങ്കിൽ പഴയ ഹിസ്റ്ററിയോ അല്ലെങ്കിൽ ഓഖി വന്നപ്പോൾ ഉണ്ടായിരുന്ന ആ ഒരു ഹിസ്റ്ററിയോ കളക്ടർ മാഡത്തിന് പോലും വളരെ ഒരു ചെറിയ ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ് ഉണ്ട്. അപ്പം അതിന്റെ കാര്യങ്ങൾ അറിയില്ല എന്ന് തന്നെ നമ്മളോട് പറയുകയുണ്ടായി. അത് മാത്രമല്ല, ഒരു ഗൈഡ് ലൈൻസിന്റെ കാര്യം നോക്കിയാൽ അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയേഴ്സിന്റെ കാര്യം ഓർത്താലും ഒരു ഓറഞ്ച് ബുക്ക് നമ്മുടെ കയ്യിലുണ്ട്. പക്ഷെ അത് ജനറൽ ഗൈഡ് ലൈൻസ് ആണ്. ഏത് റെസ്ക്യൂ ഓപ്പറേഷനും ആ ഗൈഡ് ലൈൻസ് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. പക്ഷെ അത് യൂസ് ചെയ്തിട്ട് അവർ തന്നെ പറയുന്നു ഓഷനിൽ എങ്ങനെ ഒരു അപകടം വന്നാൽ അതിന് വേണ്ടിയിട്ടുള്ള ഒരു SOP അവരുടെ കയ്യിൽ ഇല്ല എന്ന്. ഞങ്ങൾ SOP ഉണ്ടോ എന്ന് ചോദിച്ചപ്പോഴത്തേക്കും. അപ്പം ഇത്രയും വലിയ ഒരു ഇതില് ആ കടലിന്റെ ആ വാസ്റ്റ് ആയിട്ടുള്ള ഏരിയ നമുക്കറിയാം. അത്രയും അവിടെ അവിടെ ആൾക്കാര് അവരുടെ ദൈനംദിന ജീവിതത്തിന് വേണ്ടിയിട്ട് പോകുന്നതാണ്, അതറിയാം. അപ്പം അതിൽ നിന്ന് കേരളത്തിന് കിട്ടുന്ന ആ ഒരു കോൺട്രിബ്യൂഷൻ അറിയാം. ഇതെല്ലാം അറിഞ്ഞിട്ടും അവർക്ക് ഇവര് കൊടുക്കുന്ന ഒരു ഇമ്പോർട്ടൻസ് ആണ് നമ്മളിവിടെ കാണുന്നത്. ഒരു SOP പോലും ഇല്ലെന്ന്. അപ്പം അത് വളരെ ഭയങ്കര ഒരു വിഷമം തോന്നി. പിന്നെ വേറൊരു കാര്യം, അവരവരുടെ വശത്തു നിന്നുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യാമെന്ന് തന്നെയാണ് നമുക്ക് വീണ്ടും ഉറപ്പ് തന്നത്. അതിന്റെ പേരിലാണ് നമ്മളിവിടെ വന്നത്. പക്ഷെ എന്റെ പപ്പ വരുമെന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. പപ്പ ഉറപ്പായിട്ടും വരും. അതറിയാം. പിന്നെ അവര് പറഞ്ഞ ഏറ്റവും ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം ഫണ്ടില്ല എന്നുള്ള ഒരു കാര്യമാണ് പറഞ്ഞത്. ഫണ്ടില്ല, ടെൻഡർ ഇല്ല എന്നുള്ള കാര്യങ്ങളാണ് അവര് പറഞ്ഞത്. മറൈൻ ആംബുലൻസിന്റെ പേരിലും ഓരോ പ്രാവശ്യത്തുള്ള ഫിഷറീസ് ബഡ്ജറ്റിന്റെ പേരിലും കോടിക്കണക്കിന് രൂപകളാണ് ഇവര് ഈ ഫണ്ടിന് വേണ്ടിയിട്ടും ഈ ബഡ്ജറ്റിന് വേണ്ടിയിട്ടൊക്കെ എടുക്കുന്നത്. പിന്നെ അവര് കുറെ കാര്യങ്ങൾ നമുക്ക് ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഉറപ്പ് തന്നിട്ടുണ്ടായിരുന്നു. ഹെലികോപ്റ്റർ ഇറക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഏരിയൽ സർവേലൻസ് ഇന്നും ഉണ്ടാവുമെന്ന് പറഞ്ഞു. സമയം നീട്ടിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇന്ന് നമുക്ക് തന്ന ഉറപ്പുകളാണ്. അപ്പൊ ഇതുവരെ ചെയ്തിട്ടുള്ളതിനേക്കാളും കൂടുതൽ സമയം നമുക്ക് വേണ്ടിയിട്ട് സെർവ് ചെയ്യാം എന്നുള്ള കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ എനിക്കൊരു കൺസേൺ ഉള്ളത്, ഇത് എന്റെ പപ്പയുടെ കാര്യത്തും ആയതുകൊണ്ട് ഞങ്ങൾ ഇത്രയും ഇനിഷ്യേറ്റീവ് എടുത്തത് കൊണ്ടുമാണ് ഇങ്ങനെ ഒരു റിപ്ലൈ വന്നത്. പക്ഷെ ഒരു റെസ്ക്യൂ ഓപ്പറേഷൻ എന്ന് പറയുന്നത് അത് ഇമ്മീഡിയറ്റ് ആയിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഒരു ഇമ്മീഡിയറ്റ് ആയിട്ട് ചെയ്യേണ്ട ഒരു റെസ്ക്യൂ ഓപ്പറേഷൻ 5 ദിവസം കഴിഞ്ഞ് ചെയ്യുമ്പോഴുണ്ടാകുന്ന എഫക്റ്റീവ്നെസ്സിനെ പറ്റിയാണ് നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്യുന്നത്. ഇമ്മീഡിയറ്റ് ആയിട്ട് ചെയ്യാനുള്ള SOP പോലും ഇല്ലെങ്കിൽ SOP ജനറേറ്റ് ചെയ്യണം. ഒരു ടെക്നോളജി ഇല്ലെങ്കിൽ, വെതർ ഫോർകാസ്റ്റിംഗ് ചെയ്യേണ്ട ഒരു ടെക്നോളജി ഇല്ലെങ്കിൽ അത് ഡെവലപ്പ് ചെയ്യണം. നമ്മുടെ ഇന്ത്യക്കകത്ത് ഏറ്റവും കൂടുതൽ ഡിഫൻസിന് വേണ്ടിയിട്ട് പൈസകൾ ചെലവാക്കുന്നത് സെൻട്രൽ ആയാലും സ്റ്റേറ്റ് ആയാലും. ഈ ഡിഫൻസ് സെക്ടറൊക്കെ എവിടെ അല്ലെങ്കിൽ ഈ സയന്റിഫിക് ടെക്നോളജിക്ക് വേണ്ടിയിട്ട് ചെലവാക്കുന്ന പൈസകളൊക്കെ എവിടെയാണ്? അത് പ്രോപ്പർ ആയിട്ട് തന്നെയാണോ അലോക്കേറ്റ് ചെയ്യുന്നത്? ഫിഷറീസ് ഡിപ്പാർട്ട്മെന്റ് ഇതുവരെ ഏതെങ്കിലും ഒരു 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 മെമ്മോറാണ്ടമോ അങ്ങനെ എന്തെങ്കിലും സാധനം, ഏതെങ്കിലും ഒരു ചെറിയൊരു സംവിധാനമെങ്കിലും ഫിഷറീസിന് വേണ്ടിയിട്ട് ഇതുവരെ ഏതെങ്കിലും ഈ റീസെന്റ് ആയിട്ട് എന്തെങ്കിലും ഒന്ന് പബ്ലിഷ് ചെയ്തിട്ടുണ്ടോ? അതിൽ നമുക്കൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. എന്ത് ഡെവലപ്മെന്റ് ആണ് നിങ്ങൾ നടത്തുന്നത്? ഓഫ്ലൈൻ ആക്കാൻ അല്ലെങ്കിൽ ഓഫ്ലൈൻ ആയിട്ട് നമ്മളൊരു മഞ്ഞ തുണ്ട് എടുക്കാൻ വേണ്ടി പോലും നമ്മൾ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടപ്പെടുന്ന അവസ്ഥയാണ്. അത് ഞാൻ ഇന്നലെയും സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഇതൊന്ന് ചെറുതായിട്ട് ഓൺലൈൻ ആക്കാൻ പോലും നിങ്ങളെ കൊണ്ട് പറ്റുന്നില്ലെങ്കിൽ, പരമ്പരാഗതമായിട്ട് എന്ത് ഫോളോ ചെയ്തോ അത് തന്നെയാണ് ഇപ്പോഴും ഫോളോ ചെയ്യുന്നത്. പരമ്പരാഗതമായിട്ട് എന്തൊക്കെ ചെയ്തു വന്നോ അത് തന്നെയാണ് ഇപ്പോഴും അവർ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒന്നും ഒരു ഡെവലപ്മെന്റും നടന്നിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം. മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നുള്ള ശ്രദ്ധയിൽപ്പെടുത്തുമ്പോൾ അദ്ദേഹം ഒരു നിസ്സാരവൽക്കരിക്കുന്ന ഒരു പ്രസ്താവനയാണ് നടത്തിയത്. അതൊരു യാഥാർത്ഥ്യമായി മുമ്പിൽ നിൽക്കുകയാണ്. അതെന്തുകൊണ്ട്? അതെ. അത് വളരെ ഹൃദയഭേദകമായിരുന്നു. എന്തെന്ന് വെച്ചാല്, ഒരു മുഖ്യമന്ത്രി എന്ന നിലയില്, പീപ്പിൾസ് റെപ്രസെന്റേറ്റീവ് അല്ലെങ്കിൽ പബ്ലിക് സർവന്റ് എന്ന നിലയിൽ അദ്ദേഹം ചെയ്യേണ്ട ഒരു റിപ്ലൈ അല്ല, അദ്ദേഹത്തിന്റെ വായിൽ നിന്ന് വരേണ്ട ഒരു റിപ്ലൈ അല്ല നമുക്ക് വന്നത്. അത് വളരെ ഇപ്പോഴും ഉണ്ട്, സങ്കടമുണ്ട്. ഒരു കമ്മ്യൂണിറ്റിയെ തന്നെ അവഹേളിച്ചുകൊണ്ടുള്ള ഒരു സംസാരമാണ് അത് സംസാരിച്ചത്. അതൊരിക്കലും നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നതല്ല. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത് അദ്ദേഹം സോറി ചോദിക്കണമെന്നുള്ളത്. അത് ആ സ്റ്റാൻഡിൽ തന്നെ ഞാൻ ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നു. അദ്ദേഹം ഒരു കമ്മ്യൂണിറ്റിയാണ് അവോയ്ഡ് ചെയ്തത്. ഒരു തീരപ്രദേശമല്ല, അതങ്ങനെ നിസ്സാരവൽക്കരിക്കേണ്ട ഒന്നല്ല, ഒരിക്കലുമല്ല. ഇതൊരു രാഷ്ട്രീയ വിഷയമോ അല്ലെങ്കിൽ അങ്ങനെ പറയേണ്ട ഒരു പൊതുവായിട്ടുള്ളതാണ്. പക്ഷേ അത് പറഞ്ഞതിന്റെ പേരിൽ സോഷ്യൽ മീഡിയയിലടക്കം വലിയ
സൈബർ അറ്റാക്ക് നേരിട്ടത്. അതായത് അധിക്ഷേപ ഭാഷയിലാണ് പല ഉം. പരാമർശിച്ചത്. അതെ, അതെ. കുറച്ച് നേരത്തെ വന്ന് അവര് ആ ചാനലുകാരും അവരും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഭയങ്കര സൈബർ ആക്രമണമാണെന്ന്. സൈബർ ആക്രമണം ചെയ്യുന്ന ചില വിഡ്ഢികളോട് എനിക്ക് പുച്ഛം മാത്രമേ ഉള്ളൂ. നിങ്ങൾക്കറിയാത്ത ഒരു കാര്യം എനിക്കൊരു സോഷ്യൽ മീഡിയ ഹാൻഡിൽ പോലും സ്വന്തമായിട്ടില്ല. ഞാൻ ഈ സോഷ്യൽ മീഡിയയിൽ ഇരുന്ന് കമന്റ് വായിക്കുന്ന ആളല്ല. നിങ്ങളെപ്പോലെ കമന്റ് ഇട്ട് സമയം കളയാൻ എനിക്ക് അതായത് ടൈം നിങ്ങളെ കൊണ്ട് ആരോ പറയിപ്പിക്കുന്നത് പോലെയാണ് ഈ പറയുന്നത്. ആര് പറയിപ്പിക്കാൻ? ഞാൻ എൻ്റെ അച്ഛന് വേണ്ടിയിട്ടാണ് സംസാരിക്കുന്നത്. കടലിൽ പോയി ഇന്ന് 7-ാം ദിവസം. എന്റെ സ്ഥാനത്ത് നിന്നാൽ, എന്റെ അവസ്ഥയിൽ നിന്നാലേ നിനക്കൊക്കെ അത് മനസ്സിലാവൂ. വെറുതെ ഇരുന്ന് കമന്റ് കുത്താൻ ആർക്കും പറ്റും. അവിടെ ഇരുന്ന് കുത്തിക്കൊണ്ടിരിക്കും. അത്രേ ഉള്ളൂ. ഞാൻ എൻ്റെ അച്ഛന് വേണ്ടിയാണ് പൊരുതുന്നത്. ഇന്നും അദ്ദേഹം തിരിച്ചു വരും, ജീവനോടെ തിരിച്ചു വരുമെന്നുള്ള ഉറപ്പിന്റെ മേലാണ് ഞാനിത് സംസാരിക്കുന്നത്. അതിനു വേണ്ടിയാണ് ഇത്രയും പോരാട്ടം. കമന്റ് ഇടുന്ന ഓരോരുത്തർക്കും ഇതുപോലെ അവസ്ഥ, അവർക്കും നെയ്ബേഴ്സ് ഉണ്ട്, അവർക്കും ഫാമിലി മെമ്പേഴ്സ് ഉണ്ട്. അവർക്ക് ഇങ്ങനെ ഒരു അവസ്ഥ വന്നാൽ നിങ്ങൾ ഇങ്ങനെ സംസാരിക്കുമോ? അതാണ് എന്റെ ക്വസ്റ്റ്യൻ. ഇമാതിരിപ്പെട്ട സംസാരങ്ങൾ വെച്ചിട്ട് അവിടെ ഇരിക്കുക. അതും അവിടെ തന്നെ ഇരിക്കും. അതൊന്നും ഇവിടെ തലയിൽ എടുക്കാൻ വേണ്ടി ഞങ്ങൾക്ക് ടൈം ഇല്ല. ഓക്കെ? അത് തന്നെയാണ്, വളരെ വൈകാരികമായി തന്നെയാണ് ആ കുടുംബം പ്രതികരിക്കുന്നത്. അതായത് തങ്ങളുടെ പിതാവിനെ കണ്ടുകിട്ടണം, അത് മാത്രമാണ് ആവശ്യം. അതിനെതിരെ ഈ പറയുന്ന സോഷ്യൽ മീഡിയയിൽ അടക്കം ഇതിനെ രാഷ്ട്രീയമായി തെറ്റിദ്ധരിപ്പിക്കുന്ന, പ്രത്യേകിച്ച് ഈ പറയുന്ന കോൺഗ്രസ് സൈബർ ടീമുകളുടെയൊക്കെ ഇത് ഇങ്ങോട്ട് ഏൽക്കില്ല. അതിനെതിരെ തന്നെയാണ് സംസാരിക്കുന്നത് തന്നെയാണ് അദ്ദേഹത്തിന്റെ മകളും പങ്കുവച്ചത്. ഇന്നിപ്പോൾ ഇവിടെ CPIM-ന്റെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്റർ അടക്കമുള്ളവർ ഈ വീട്ടിലെത്തി വേണ്ട കാര്യങ്ങൾ അന്വേഷിക്കുകയും വേണ്ട നടപടികളുടെ പുരോഗതി വിലയിരുത്തുകയും ചെയ്ത ഒരു ഘട്ടത്തിൽ കൂടിയാണ് നാം ഇവിടെ എത്തിയിട്ടുള്ളത്. ഈ പറയുന്ന പുല്ലുവിളയിൽ നിന്നും ക്യാമറാമാൻ VS രമേശിനൊപ്പം മുഹമ്മദ് നൗഫൽ, കൈരളി ന്യൂസ്.